ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയത് നമ്മൾ കൊളക്കേഷ്യ എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. സോ അതേ നമുക്ക് വെള്ളത്തിൽ വയ്ക്കാൻ പറ്റിയ പ്ലാന്റ്സും ഉണ്ട്, വെള്ളത്തിലല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. സോ അപ്പോൾ നമുക്ക് വെള്ളത്തിലല്ലാത്തത് നമുക്ക് കൊളക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ് ഇത്. ഓക്കെ, നമുക്ക് വെള്ളത്തിലല്ലാതിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ പുതിയ പ്ലാന്റ് വരുന്ന മെത്തേഡാണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു എൻലാർജ് പോലെ ഒരു പോർഷൻ ഇങ്ങനെ വന്നതിന് ശേഷം അത് വിത്ത് ഒരു കിഴങ്ങ് പോലെ ആവും, അന്ന് ഇതിൽ വീഴുന്ന അങ്ങനെ പൊടിച്ചാണ് നിറച്ച് പ്ലാന്റ് ആവുന്നത്. ഈ പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ചുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇത് ക്വാണ്ടിറ്റി തരാൻ വേണ്ടിയുണ്ട്. ഓക്കെ, ഇത് ഒരു വിത്ത് പോലത്തെ കിഴങ്ങിനാണ് പൊടിക്കുന്നത്. സോ അതുകൊണ്ട് പ്ലാന്റ് നമുക്ക് നിറച്ച് കിട്ടുന്നത് അവിടെ വേറെ തൈ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് വേറെ നട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പ്ലാന്റ്. ഇനി നമുക്ക് ബാക്കി എല്ലാ പ്ലാന്റ്സും അവിടെ ഒരിടത്ത് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഞാനിപ്പോൾ ഇനി വിചാരിക്കുന്ന ഒരു വെറൈറ്റിയിൽ തന്നെ നല്ല ഒരു ഐറ്റത്തിൻ്റെ പല വെറൈറ്റീസും ഒരിടത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് ഒരു നല്ലൊരു ഭംഗിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്ലാന്റ് നമ്മളെ ബ്ലാക്ക് മാജിക്കാണ്. ബ്ലാക്ക് മാജിക് നല്ല ഒരു കളർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. കാരണം നല്ല കളറാവാൻ കാരണം അത്യാവശ്യം നല്ല വെയിൽ കിട്ടുമ്പോൾ അതിൻ്റെ അനുസരിച്ച് പിഗ്മെൻറ്റേഷൻ വ്യത്യാസമുണ്ട്. നല്ല പിഗ്മെൻറ്റ് അത്യാവശ്യം നല്ല ഇതിനുണ്ട ഒരു ചുവപ്പ് ചുവപ്പാണിത് വരുന്നത്. ഞാനിപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 200-300 രൂപയ്ക്ക് ഞാൻ 350 രൂപയ്ക്കാണ് ഞാനിത് ഫസ്റ്റ് മേടിച്ചത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് വെറും 80 രൂപയ്ക്കാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് പലയിടത്തും മേടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏകദേശമുള്ള സ്റ്റേറ്റ്സിൽ എനിക്കിത് അയക്കാൻ പറ്റി. ഓക്കെ, ആ ഒരു കളർ കണ്ട, അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ വരും കണ്ട, നല്ലൊരു കറുത്ത കളർ. പക്ഷേ നമ്മൾ ചില സമയത്ത് ഇതൊരു ചെറിയ പച്ച ഷെയ്ഡ് പോലും കണ്ട, ഇങ്ങനത്തെ ഒരു പച്ച ഷെയ്ഡ് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല, നിങ്ങളെ പറ്റിച്ചെന്ന് വിചാരിക്കില്ല ഞാൻ. അല്ലാതെ അതിൽ വെയിലിൻ്റെ എമൗണ്ട് കിട്ടുന്നതും പിന്നെ ആ പ്ലാന്റിന് കിട്ടുന്ന ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് അനുസരിച്ചുകൊണ്ട് കളറിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് സാധാരണ എല്ലാ പ്ലാന്റ്സിനും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പേര് ബ്ലാക്ക് മാജിക് ടാരോ ആണ്. ഇതെല്ലാം ടാരോസ് എന്നാണ്. ബ്ലാക്ക് മാജിക് ടാരോ കൊളക്കേഷ്യ വെറൈറ്റിയിലുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മളെ ടീ കപ്പ് ടാരോ എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്, ടീ കപ്പ് ടാരോ. ഓക്കെ, കാരണം ടീ കപ്പ് ടാരോ എന്നതിനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ടീ കപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം അതിൽ നിൽക്കണമല്ലോ ടീ കപ്പിൽ. അതുപോലെ ഇതിൽ വെള്ളം മഴ ചെയ്ത് കഴിയുന്ന സമയത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കും കണ്ട. എന്നാൽ കൂത്താടിയൊന്നും കുഞ്ഞിടില്ല. ഇവന്മാരാണ് മെയിൻ പ്രശ്നം. വീട്ടിൽ പൊട്ട ഇവന്മാർ വന്നു കഴിഞ്ഞാൽ എന്നെ കുറേ എണ്ണത്തിനങ്ങ് തീത്ത് വയ്ക്കും. ഞാൻ അതെല്ലാം കൊട്ടി വിടും അതുപോലെ പണിയിട്ടിടുന്നതാണ്. ഓക്കെ, അപ്പം ഇത് ടീ കപ്പ് ടാരോ തന്നെ എൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ടീ കപ്പ് ടാരോ എൻ്റെ നിൽക്കുന്ന കുറേ മേടിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇത് ടീ കപ്പ് ടാരോ, അതിന് കുറച്ച് തയ്യൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ടീ കപ്പ് ടാരോ. ഇനി അതിനെല്ലാം സെറ്റ് ചെയ്ത്, കാരണം ഞാൻ അടുത്ത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റീസ് മൊത്തം ഇവിടെ ഇങ്ങനെ ബാക്കി സെറ്റ് ചെയ്യണം. അതിന് കുറച്ച് പോട്ട് വാങ്ങണം. ഓക്കെ, അതാണ് എൻ്റെ അടുത്തൊരാഗ്രഹം. പിന്നെ നമ്മളിത് പേര് ജസ്റ്റ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്തതിൻ്റെ പേര് മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു പ്ലാന്റാണ്. നമ്മൾ അലക്കേഷ്യയിൽ നമ്മൾ കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയിൽ. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു പ്ലാന്റ് കണ്ട. ഇതിന് പിന്നെ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിനെ പേരും ജസ്റ്റ് സ്കിപ്പ് ചെയ്തു. ഓക്കെ, ആ രോഗത്തിനെ പോലെ. പിന്നെ നമ്മൾ മെയിൻ പ്രശ്നം ഇവിടെയൊക്കെ വരുമ്പോൾ അട്ട ചവിട്ടി കഴിഞ്ഞാൽ ഒരു വൃത്തി കിട്ടണം, നാട്ടുവേണം അഴിക്കട്ട, എനിക്കിഷ്ടമല്ല അപ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതും ആ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു വെറൈറ്റിയാണ്. ഞാനിത് കളക്ട് ചെയ്തേ ഉള്ളൂ കണ്ട. ഇവിടെ അത്യാവശ്യം നല്ല ഷെയ്ഡ് കണ്ട. ഇത് കുറച്ചുകൂടെ നല്ല വലുതാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ പാരറ്റ് ഫെദർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കളക്ഷൻ ജസ്റ്റ് വച്ചതേ ഉള്ളൂ. ഇത് ലെമണല്ലോ അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു എൻ്റെ പേര്. അത്യാവശ്യം നല്ല കൊള്ളാമെന്നുള്ള പ്ലാന്റാണ്. ഓക്കെ, ഇതപ്പം പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ സെയിലിനുണ്ട്. ഇതിൻ്റെ വേറെ 2-3 വെറൈറ്റി കളക്ട് ചെയ്യണം. പക്ഷേ ചില വെറൈറ്റിക്ക് 1000-2000 രൂപയൊക്കെയാണ് റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ മേടിച്ച് വയ്ക്കാതെ. ഞാനിപ്പോൾ സാധാരണ എല്ലാവരും പറയണം ആദ്യമേ നീ വലിയ റേറ്റ് കൊടുത്ത് മേടിക്കുക എന്നാലേ നിനക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കുന്നവർക്ക് ഞാൻ അതിനേക്കാളും കുറച്ച് കൊടുക്കണ്ടേ. സോ ഞാൻ മാക്സിമം എല്ലാ പ്ലാന്റും ഇറങ്ങി എല്ലാവരുടെ കയ്യിൽ ആയതിനു ശേഷം ഞാൻ വാങ്ങും. ഞാനൊരു മണ്ടനാണെന്നാണ് എൻ്റെയും വിശ്വാസം. ഇനി അങ്ങനെ ആയിരിക്കും. പക്ഷേ എന്നാലും അത്രയും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ പ്ലാന്റ്സൊക്കെ എൻ്റെ കയ്യിൽ വേണം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്മളെ സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് മേടിക്കുന്നു, വിൽക്കുന്നു. അപ്പോൾ എനിക്കും പ്ലാന്റ്സ് ഇവിടെ എൻ്റെ വീട് നിറച്ചുണ്ടാവും. ഇപ്പോൾ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഇല്ലാത്തതായിട്ട് ഇപ്പോൾ പ്ലാന്റ്സ് കുറവാണ്. ഏകദേശമുള്ള പ്ലാന്റ് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിന് മെയിൻ കാരണം ഇതുപോലെ നമ്മളിത് സെയിലും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് അതനുസരിച്ചുകൊണ്ട് നമ്മളെ കയ്യിൽ സാധനം വരുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള വെറൈറ്റീസ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാണ്ട്. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വച്ചപ്പോൾ കൊള്ളാമെന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. കാരണം ഇവിടെയൊക്കെ ഒട്ടും വൃത്തിയിലായി കിടന്നില്ല. ഇപ്പോൾ ഞാൻ കറുത്ത നെറ്റൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു ഫാം കൂടെ വൃത്തിയാക്കാനുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണിത്. ഒറ്റയ്ക്കും ചില അമ്മേനെ ഹെൽപ്പ് ചെയ്യും. അനിയത്തി വലിയ ഹെൽപ്പൊന്നും ചെയ്യില്ല. അപ്പോൾ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ.